സെയിൽസിലുള്ള പല ആളുകളും പേടിക്കുന്ന ഒരു കാര്യമാണ് ഒരു സെയിൽസ് കോൺവെർസേഷൻ്റെ ഇടയിൽ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നോ കേൾക്കുന്നത്. ക്ലയൻറ്റ് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ പലരും പിന്നെ അങ്ങോട്ടൊരു എക്സ്പ്ലെയിനിങ് മോഡിലേക്ക് പോകും. നമ്മളുടെ പ്രോഡക്റ്റിൽ ഈ ഫീച്ചേഴ്സ് ഉണ്ട്, ആ ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ നോ യെസ് ആക്കാനായി ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒടുക്കം എന്ത് സംഭവിക്കും? ആ സെയിൽ ക്ലോസ് ആവില്ല, ക്ലയൻറ്റ് അവിടെ പർച്ചേസ് ചെയ്യില്ല. നമ്മളുടെ എനർജിയും ടൈമും വേസ്റ്റ് ആകും. മാത്രമല്ല നമ്മൾ ഡൗൺ ആകും. അടുത്ത സെയിലിൽ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു സെയിൽസ് കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ക്ലയൻറ്റ് നോ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ പാനിക് ആകുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്തുകൊണ്ട് അവർ നോ പറഞ്ഞു എന്ന് കണ്ടെത്തണം. അതിനായി അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. വൈ, എന്തുകൊണ്ട് ആ നോ പറഞ്ഞു എന്ന് കണ്ടെത്തുക. ആ നോ ഒരു റിയൽ നോയാണോ? അതായത് ക്ലയൻറ്റിന് അവിടെ ഒരു റിയൽ നീഡ് ഇല്ലേ, അല്ലെങ്കിൽ ക്ലയൻറ്റിന് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ കൊണ്ട് പറയുന്ന നോയാണോ? ഇത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി റിയൽ നോയാണ് അതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ക്ലയൻറ്റിന് നമ്മളെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു റിയൽ നീഡ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ മൊമെന്റിൽ ആ കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്യാം. നമ്മളുടെ ടൈമും എഫേർട്ടും നഷ്ടമാകില്ല. മറിച്ച് ക്ലയൻറ്റിന് എന്തെങ്കിലും കൺഫ്യൂഷൻ കൊണ്ടോ ഡൗട്ട് കൊണ്ടോ വന്ന നോയാണെങ്കിൽ നമുക്ക് അവരുടെ ആ റിയൽ പ്രോബ്ലം അഡ്രസ്സ് ചെയ്ത് സംസാരിച്ച് ആ സെയില് മനോഹരമായി ക്ലോസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലാക്കുക, ഏറ്റവും മികച്ച സെയിൽസ്മാൻ എന്ന് പറയുന്നത് വരുന്ന എല്ലാ ക്ലയൻസിനെ കൊണ്ടും യെസ് പറയിക്കുന്നവനല്ല, ക്ലയൻറ്റിൻ്റെ റിയൽ നീഡ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നവനാണ്. അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കും ക്ലയൻറ്റിന് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടോ. നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമില്ലാത്ത ക്ലയൻറ്റിനോട് വെറുതെ സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യില്ല അവൻ. മറിച്ച് നമ്മുടെ ക്വാളിറ്റി ക്ലയൻസിനെ കണ്ടെത്തി കൃത്യമായി സെയിൽസ് ക്ലോസ് ചെയ്ത് ആ പ്രോഡക്റ്റ് അവനെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കും.